കരൾ രോഗബാധയെ തുടർന്ന് ഈ മാസം 11-നാണ് NCP സംസ്ഥാന അധ്യക്ഷൻ ഉഴവൂർ വിജയനെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് അദ്ദേഹത്തെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. ഇന്ന് രാവിലെ 6:45-ഓടെയാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത്. രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ അദ്ദേഹത്തിന്റെ മരണമറിഞ്ഞ് ആശുപത്രിയിലെത്തിയിരുന്നു. മന്ത്രിമാരായ കടന്നപ്പള്ളി രാമചന്ദ്രൻ, P. തിലോത്തമൻ, MLA-മാരായ VD സതീശൻ, PT തോമസ്, അൻവർ സാദത്ത്, VP സജീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. രാവിലെ 10 മണിയോടെ മൃതദേഹം കൊച്ചിയിൽ നിന്നും കോട്ടയത്തേക്ക് കൊണ്ടുപോയി. വൈകിട്ട് 4 വരെ കോട്ടയം തിരുനക്കര മൈതാനത്ത് അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. ശേഷം അദ്ദേഹത്തിന്റെ ജന്മനാടായ ഉഴവൂരിലേക്ക് കൊണ്ടുപോകും. നാളെ ഉച്ചയ്ക്ക് 12 മണിയോടെ വീട്ടുവളപ്പിലായിരിക്കും സംസ്കാരം. അദ്ദേഹത്തിന്റെ മരണത്തിൽ NCP ദേശീയ നേതൃത്വവും സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രമുഖരും അനുശോചനം രേഖപ്പെടുത്തി. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. സങ്കീർണമായ പ്രശ്നങ്ങളിൽ പോലും നർമ്മബോധത്തോടെ സംസാരിക്കുന്ന ഒരു പ്രത്യേക വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വേർപാട് തീർച്ചയായും കേരള സമൂഹത്തിനും കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തും ഒരു വലിയ നഷ്ടം തന്നെയാണ്. ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടി കേരളത്തിലുടനീളം സഞ്ചരിച്ച് പ്രചാരവേല ചെയ്ത ഒരു ഉജ്ജ്വലനായ വാഗ്മി ആണ് ഉഴവൂർ വിജയൻ. നേതാവ് എന്നതിനേക്കാൾ വിജയൻ ഞങ്ങളുടെ പാർട്ടിയിലെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ടൊരു സുഹൃത്താണ്. ആ നിലയിൽ ഒരു ബന്ധു എന്ന നിലയിലാണ് ഞങ്ങളുടെ പ്രവർത്തകന്മാരെല്ലാം വിജയനെ നോക്കിക്കാണുന്നത്. പൊതുപ്രവർത്തകർക്കിടയിലെ വേറിട്ട ശബ്ദം, തമാശകളിലൂടെ കാര്യം പറഞ്ഞ് സാധാരണക്കാരായ ജനങ്ങളെ കയ്യിലെടുക്കുന്ന പ്രസംഗശൈലി. എതിർചേരിയിലുള്ളവർക്ക് പോലും ഉഴവൂർ വിജയൻ പ്രിയങ്കരനായത് പൊതുപ്രവർത്തനത്തിലെ ഈ വേറിട്ട രീതിയിലൂടെയാണ്. ദുഷ്ടമൃഗത്തിൽ നിന്നും നാടിനെ രക്ഷിക്കാൻ പുലിമുരുകൻ ഇറങ്ങി തിരിച്ചതുപോലെ കേരള ജനതയെ രക്ഷിക്കാൻ ഇറങ്ങി തിരിച്ച പുലിമുരുകനാണ് സഖാവ് പിണറായി വിജയൻ. കോൺഗ്രസിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി. കോൺഗ്രസ് പിളർന്നപ്പോൾ കോൺഗ്രസ് എസിനൊപ്പം, പിന്നീട് കോൺഗ്രസ് എസ് NCP ലയിച്ചപ്പോൾ NCPയുടെ കേരളത്തിലെ പ്രധാന മുഖമായി മാറി ഉഴവൂർ വിജയൻ. സ്വതസിദ്ധമായ ശൈലിയിലൂടെ ഇടതുവേദികളിലൂടെ മിന്നും താരമായിരുന്നു ഉഴവൂർ. ജനകീയ വിഷയങ്ങളിൽ കുറുക്കിക്കൊള്ളുന്ന പ്രതികരണങ്ങളാണ് ഉഴവൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. സംഘടനാ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ ചെലുത്തിയിരുന്ന ഉഴവൂർ എന്നും സാധാരണക്കാരായ ജനങ്ങൾക്കൊപ്പമായിരുന്നു. 2001-ൽ പാലായിൽ KM മാണിക്കെതിരെ മത്സരിച്ചതിലൊതുങ്ങി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം. നിലവിൽ NCP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലി പാർട്ടിയിൽ തർക്കങ്ങൾ രൂക്ഷമാകുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഉഴവൂരിന്റെ വിയോഗം. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.